നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ കുറച്ചുകാലമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് 3-6-9 മെത്തേഡ്. ഈ ടെക്നിക്ക് എത്രത്തോളം ഫലപ്രദമാണെന്നും മറ്റ് മാനിഫെസ്റ്റേഷൻ രീതികളെക്കാൾ മികച്ചതാണോ എന്നും അറിയാൻ ഞാനൊരു പരീക്ഷണം നടത്താൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് 30 ദിവസത്തേക്ക് 3-6-9 രീതി ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാനിത് എങ്ങനെ ചെയ്തു, എന്താണ് സംഭവിച്ചത്, അതിന്റെ ഫലങ്ങൾ നിങ്ങളെ ശരിക്കും ഞെട്ടിച്ചേക്കാം. ഞാൻ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു ഈ ടെക്നിക്ക്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഏറ്റവും ഉയർന്ന നില കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് ഈ ടെക്നിക്കിന് പിന്നിലെ ലക്ഷ്യം. നിങ്ങളുടെ വിശ്വാസമാണ് കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഈ ടെക്നിക്കല്ല പ്രധാനം, മറിച്ച് നിങ്ങളിത് ചെയ്യുന്ന വികാരവും വിശ്വാസവുമാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ ആദ്യം കാണാൻ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മുന്നോട്ടു പോകുന്നതിന് മുൻപ് താഴെയുള്ള ലൈക്ക് ബട്ടൺ വേഗം അമർത്തുക. അതിന് 1 സെക്കൻഡ് മാത്രമേ എടുക്കൂ. നിങ്ങളുടെ ഈ പിന്തുണ എന്റെ 30 ദിവസത്തെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമായി എനിക്ക് ലഭിക്കും. എന്താണ് 3-6-9 മാനിഫെസ്റ്റേഷൻ രീതി? മാനിഫെസ്റ്റേഷൻ രീതി നിക്കോള ടെസ്ലയുടെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. -3-6-9 എന്നിവ ദൈവിക സംഖ്യകളാണെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം. 3-6-9 രീതി സമീപകാലത്ത്, പ്രത്യേകിച്ച് ലോ ഓഫ് അട്രാക്ഷൻ വിശ്വാസികൾക്കിടയിൽ അതിവേഗം പ്രചാരം നേടുന്നുണ്ട്. കാരണം ഇത് ലോ ഓഫ് അട്രാക്ഷനെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താനുള്ള ലളിതവും എളുപ്പമുള്ളതുമായ ഒരു മാർഗമാണ്. മണിക്കൂറുകളോളം വിഷ്വലൈസേഷൻ ചെയ്യുകയോ അഫർമേഷൻസ് വായിക്കുകയോ ചെയ്യേണ്ട വലിയ ആവശ്യം ഇതിനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫലങ്ങളിൽ അമിതമായി ആശങ്കപ്പെടുകയോ ഈ പരിശീലനത്തിൽ ഭയം തോന്നുകയോ ചെയ്യുന്നില്ല. ഈ പ്രത്യേക 30 ദിവസത്തെ പരീക്ഷണത്തിനായി ലോ ഓഫ് അട്രാക്ഷൻ വിദഗ്ധർ പഠിപ്പിക്കുന്നതും സംസാരിക്കുന്നതുമായ രീതിയിൽ 3-6-9 മെത്തേഡ് ഞാൻ പിന്തുടർന്നു. സാധാരണയായി ഞാനിത് എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നതിന് വിപരീതമായിട്ടായിരുന്നു ഇത്. ഒരു പരീക്ഷണമായതുകൊണ്ട് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കൃത്യമായി പറയാൻ പോകുന്നില്ല. ഈ ടെക്നിക്ക് എങ്ങനെയാണ് ഏറ്റവും പ്രചാരമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ എല്ലാവരും ഊന്നൽ നൽകുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ആഗ്രഹം തിരഞ്ഞെടുക്കുക. അത് എന്തുമാകാം. അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്തും അതിനെ വർത്തമാനകാലത്തിൽ രാവിലെ 3 തവണയും ഉച്ചയ്ക്ക് 6 തവണയും രാത്രി 9 തവണയും എടുക്കുക. ഞാൻ 30 ദിവസത്തേക്ക് ഇതാണ് ചെയ്തത്. ഒരു സൈഡ് നോട്ടായി പറയുകയാണെങ്കിൽ, ഞാൻ സാധാരണയായി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വകാര്യമായി വയ്ക്കാറാണ് പതിവ്. കാരണം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മാനിഫെസ്റ്റേഷൻ അങ്ങേയറ്റം വ്യക്തിഗതമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം എല്ലാവരോടും പറയാൻ തുടങ്ങിയാൽ അവരുടെ അതിരുകൾക്കും അഭിപ്രായങ്ങൾക്കും വിശ്വാസ സമ്പ്രദായങ്ങൾക്കും ചിലപ്പോൾ അവരുടെ അംഗീകാരത്തിനും നിങ്ങൾ സ്വയം വഴി തുറക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനോഭാവം എന്നിവ എപ്പോഴും സംരക്ഷിക്കുക. എന്റെ 30 ദിവസത്തെ പരീക്ഷണം ലക്ഷ്യം ഒരു ബ്രാൻഡഡ് വാച്ച്. അതുകൊണ്ട് ഞാൻ എന്റെ ഉദ്ദേശ്യം നിശ്ചയിച്ചു. 30 ദിവസത്തേക്ക് ഞാൻ ഒരു ബ്രാൻഡഡ് വാച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് അതിനായി ഒരു അഫർമേഷൻ ഉണ്ടാക്കി. ആ അഫർമേഷൻ ദിവസവും 18 തവണ എഴുതി. 18 തവണ എന്നുവെച്ചാൽ രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, രാത്രി 9 തവണ, ആകെ 18 തവണ. ഞാനിത് വർത്തമാനകാലത്തിൽ എഴുതി. നിങ്ങളൊരു കൃത്യമായ പാറ്റേൺ പിന്തുടരേണ്ടത് നിർബന്ധമല്ല. പക്ഷേ 3-6-9 രാവിലെ 3, ഉച്ചയ്ക്ക് 6, രാത്രി 9 പാറ്റേൺ മറക്കരുത്. വർത്തമാനകാലത്തിൽ തന്നെ എഴുതുക. സാധാരണയായി 3-6-9 മാനിഫെസ്റ്റേഷൻ രീതിക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ലഭിക്കാൻ ഏകദേശം 36 ദിവസമെടുക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ കണക്കുകൂട്ടൽ ഇതാണ്: 3+3 = 6, 6+6 = 12, 9+9 = 18. നിങ്ങൾ 6+1, 2+1, 8 കൂട്ടുമ്പോൾ അത് 36 ആവും. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഫലത്തിനായി നിങ്ങൾ 36 ദിവസത്തേക്ക് 3-6-9 രീതി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ ഇത് 7 ദിവസത്തിനുള്ളിൽ സംഭവിക്കാം. ഈ സംഖ്യാക്രമത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കുള്ള ശക്തി ഉപയോഗിക്കാൻ കഴിയും. ലോ ഓഫ് അട്രാക്ഷൻ നിയമം പ്രവർത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകുമ്പോൾ അത് നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി മാറ്റുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ അതിന്റെ ഫലം കാണാൻ തുടങ്ങും. 3-6-9 രീതി നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വിജയകരമാകുമെന്ന ഉത്സാഹവും വിശ്വാസവും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കൃത്യം 36 ദിവസം വേണ്ടി വരുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഫലം ലഭിക്കൂ എന്ന് കരുതരുത്. പല ആളുകളും 36 ദിവസത്തിൽ കൂടുതൽ വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹങ്ങളുമായി അസാധാരണമാംവിധം ആഴത്തിലുള്ള ബന്ധമുണ്ട്. അവർക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കാറുണ്ട്. എന്റെ കാര്യത്തിൽ എന്റെ ഈ 30 ദിവസത്തെ പരീക്ഷണത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചു. എനിക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിച്ചു.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ജോലിത്തിരക്ക് കാരണം എനിക്കുവേണ്ടി സമയം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു. ഈ 369 മെത്തേഡ് എന്റെ ഈ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ ഞാൻ എനിക്ക് കുറച്ച് അവധികൾ സങ്കൽപ്പിച്ചു. ഞാൻ അടുത്തിടെ ഒരു വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി. ഈ 369 മെത്തേഡ് കാരണമാണ് ഇതെല്ലാം യാഥാർത്ഥ്യമായത്. മുൻപും ഞാൻ ഈ ഒരൊറ്റ ടെക്നിക്ക് കാരണം പല ഫലങ്ങളും നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും ചിലരുടെ മാനിഫെസ്റ്റേഷനുകൾക്ക് മാസങ്ങളോ വർഷങ്ങളോ എടുക്കാറുണ്ടെന്നും പലർക്കും അവരുടെ മാനിഫെസ്റ്റേഷനുകൾ ഒരിക്കലും ലഭിക്കാറില്ലെന്നും ഞാൻ കണ്ടിട്ടുണ്ട്. 369 മാനിഫെസ്റ്റേഷൻ രീതി ഏറ്റവും പ്രചാരമുള്ള ടെക്നിക്കുകളിലൊന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായും പ്രവർത്തിക്കും, 100% പ്രവർത്തിക്കും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ചും അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചും നിങ്ങൾ റിയലിസ്റ്റിക് ആയിരിക്കണം. ആളുകൾക്ക് ഈ ടെക്നിക്കിൽ വിജയം ലഭിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇത് വളരെ ലളിതമാണ് എന്നതാണ്. 369 മെത്തേഡ് ഉപയോഗിച്ച് എനിക്ക് നിരവധി വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം 36 ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. എനിക്ക് കൂടുതൽ പണം, ഒരു പുതിയ വീട്, ഒരു കുടുംബ അവധിക്കാലം എന്നിവ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ നിയമത്തിന്റെ ശക്തി വിശ്വാസമാണ്. വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. 369 മാനിഫെസ്റ്റേഷൻ രീതി ഒരു മാന്ത്രിക ഗുളികയല്ല. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ശക്തിയിലോ ലോ ഓഫ് അട്രാക്ഷനിലോ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇത് പ്രവർത്തിക്കില്ല. അപ്പോൾ 369 രീതി ശരിക്കും പ്രവർത്തിക്കുമോ ഇല്ലയോ? എനിക്കിതിന് ഉത്തരം നൽകേണ്ടി വന്നാൽ അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും. നിങ്ങളൊരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ശക്തിയും നല്ല അനുഭൂതിയും നൽകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 100% പ്രവർത്തിക്കും. പക്ഷേ ഇതൊരു ജോലിയായി തോന്നുകയാണോ? അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ നിങ്ങളിത് ചെയ്യുന്നു എന്ന് തോന്നുകയാണോ? അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യതയില്ല. ഞാൻ എന്റെ ചാനലിൽ ധാരാളം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടെക്നിക്ക് എല്ലാവർക്കും പ്രവർത്തിക്കുമെന്നതുകൊണ്ടല്ല, കാരണം അങ്ങനെയല്ല. മറിച്ച് കാര്യങ്ങൾ പരീക്ഷിക്കാനും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് കണ്ടെത്താനും ഞാൻ ഓപ്ഷനുകൾ നൽകാൻ ഇഷ്ടപ്പെടുന്നു. മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം വഴി നിങ്ങൾ കണ്ടെത്തണം. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ വൈബ്രേഷനുകളോട് പ്രതികരിക്കുന്നു. നിങ്ങൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളെ നിങ്ങൾ ആകർഷിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയുക. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി വേഗം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളുടെ അപ്ഡേറ്റുകൾ ആദ്യം ലഭിക്കും.